ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ അൻസിലയുടെ മാരേജിന് ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണ്. ഞാൻ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഇറങ്ങുക ചെയ്ത് അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ ആൻ വരികയാണ് ചെയ്തത്. ഗോൾഡൻ ഉണ്ടാ, ഇതിന്റെ സിൽവർ ഉണ്ടാ, ബ്ലൂ വേണ്ട. ആൻ പ്രോ റൈഡറാണ്. അവിടെ ചെരിഞ്ഞ് വളഞ്ഞൊക്കെ പോവും, ചെരിഞ്ഞ് വളഞ്ഞൊക്കെ പോന്ന്. സോ ഞാൻ അവളുടെ വണ്ടി കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവരും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീതു ആയാലും ആഷിക ആയാലും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രുതി, അബി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഒരു 25 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നന്ദുന്റെ ഔട്ട്ഫിറ്റ്. നന്ദന ഞാൻ കാണിക്കും. ഇന്നലെ നീ എന്താ വരാഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷന്? ആക്ഷൻ. സോ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. എണ്ണ എടുക്കുക. ഇവിടെ ക്ലാസ് റപ്പ് ആയതുകൊണ്ട് എണ്ണ ഒക്കെ എടുത്തിട്ടാണ് കയറ്റുന്നത് ഗൈസ്. ടൂർ, അതെ, കല്യാണത്തിന്റെ ടൂർ ഫ്രം അവർ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ്സുകാരാണ് കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറിയത് അൻസിലേനെ കണ്ടു. അൻസിലേനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി എല്ലാവരും കൂടി. എവളും ഇത് ചെയ്യുമ്പോ മെഡിറ്റേഷൻ ചെയ്യുമ്പോ അവിടെ കൈ ഇങ്ങനെ വെക്ക്. ആ അൻസിലേക്ക് നല്ലത് വരണേ വണ്ടി മെഡിറ്റേഷൻ കണ്ട മെഡിറ്റേഷന്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ? പിന്നെ ശ്രീതു എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എൻ്റെ ഏതോ കാലത്തെ ചൈൽഡ്ഹുഡ് വീഡിയോ എടുത്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അബിക്ക്. ആൻഡ് അവരുടെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രസമുണ്ടോ? അതെ അതെ, അന്നേ ഞാൻ വായാടിയാണ്, വ്ളോഗർ. അപ്പത്തൊട്ട് വ്ളോഗറാണ്. ഇപ്പം ഞങ്ങളെ കാണുന്ന ശാന്തത വേറൊന്നുമല്ല, ഞങ്ങളുടെ മുന്നിൽ ക്യാമറമാൻ ക്യാമറ കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. നീ ഒറ്റടുത്ത് കാരണാണ്. ആ കുട്ടീനെ വളക്കാൻ നോക്കുന്നോണ്ട് കരയ കുട്ടി. നീ പോടി അടുത്ത്. പാട്ട് പാടും.
ആൻസിലിനെ കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് കോമഡി. സഫ കുറേ നേരമായി ആൻസിലിനെ തോണ്ടുന്നു, ബട്ട് നോ റിയാക്ഷൻ. അങ്ങനെ ഞങ്ങൾ കുറേ കാത്തിരുന്നതിന് ശേഷം ആൻസിലിനെ കണ്ടു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസ് ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി പോസ് ചെയ്യായിരുന്നു. എല്ലാവരും ശരിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അപ്പം ക്യാമറ ഓൺ ചെയ്യണം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അൻസിലേക്ക് ഫ്രെയിം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അയ്യോ, ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സീറ്റ് കിട്ടിയില്ല ഗൈസ് ഇവർക്ക്. മട്ടൻ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്, കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി മട്ടൻ കഴിക്കാത്തത് കൊണ്ട് മട്ടൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ബിരിയാണി മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സഫ അതാ വീണ്ടും മൂഞ്ചിട്ടുണ്ട്, അവളുടെ ഇല കീറിപ്പോയി. സോ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫുള്ള് മൂഞ്ചലാട്ടോ. വിമല ആ ഓക്കെ ഓക്കെ ഓക്കെ. ഷുഗർ കട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് അതൊക്കെ ഓരോന്ന് എടുത്ത് കഴിക്കുമായിരുന്നു. സഫ കിട്ടിയോ? വീണ്ടും മൂഞ്ചി. അതോ എടാ ഹെൽത്തി കുട്ടാ. പിന്നെ ഞങ്ങൾ പോപ്കോണും അതേപോലെ ടീ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ സഫ ഇങ്ങനെ പറയായിരുന്നു ഞങ്ങളോട് ആദ്യമായിട്ടാണ് ഇത്രയും നന്നായി സംസാരിക്കണമെന്നൊക്കെ. വ്ലോഗ് കഴിഞ്ഞു, എന്താ പറയാനുള്ളത്? ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി. ഫുള്ളായ വയറ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുവാണ്. സമാധാനമായിരുന്നില്ലേ? ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ കാണണ്ടല്ലോ. അടിപൊളിയായി നടന്നു. അത് വന്ന കാര്യം അടിപൊളിയായി നടന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാവരും നന്ദുവിന്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക്. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യൂ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളിയായി. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.